താമരശ്ശേരി ചുരത്തിൽ ജനുവരി 22, 23 തീയതികളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. 7-ാം വളവ് മുതൽ ലക്കിടി വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി മൾട്ടി ആക്സിൽ വാഹനങ്ങളും മറ്റ് ഭാരവാഹനങ്ങളും നാടുകാണി അല്ലെങ്കിൽ കുറ്റ്യാടി ചുരം വഴി തിരിച്ചുവിടും. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് പോലീസിനും റവന്യൂ അധികൃതർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ 7-ാം വളവിന് മുകൾ ഭാഗം മുതൽ ലക്കിടി വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണിയും ഹെയർപിൻ വളവുകൾ വീതി കൂട്ടി നവീകരിക്കുന്നതിന്റെ ഭാഗമായി മുറിച്ചിട്ട മരങ്ങൾ 6-ാം വളവിൽ നിന്ന് ലോറിയിലേക്ക് മാറ്റിക്കയറ്റലും 22, 23 തീയതികളിലായി നടക്കും. മൾട്ടി ആക്സിൽ വാഹനങ്ങളും ഭാരവാഹനങ്ങളും ഈ സമയങ്ങളിൽ നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ തിരിച്ചുവിടുവാനും യാത്രക്കാർക്ക് സൗകര്യപ്രദമായ തരത്തിലുള്ള ഗതാഗത പുനഃക്രമീകരണത്തിനും നടപടി ആവശ്യപ്പെട്ട് PWD NH വിഭാഗം, കൊടുവള്ളി അസിസ്റ്റന്റ് എഞ്ചിനീയർ M സലീം, താമരശ്ശേരി കൽപ്പറ്റ ഡിവൈഎസ്പിമാർ, താമരശ്ശേരി വൈത്തിരി തഹസിൽദാർമാർ എന്നിവർക്ക് കത്ത് നൽകി. ഗതാഗത ക്രമീകരണം ഫലപ്രദമായി നടപ്പാക്കിയില്ലെങ്കിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുമെന്ന് പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം അധികൃതർ ചൂണ്ടിക്കാട്ടി. റോഡ് അറ്റകുറ്റപ്പണിയുടെ ആദ്യഘട്ടവും മരം കയറ്റൽ പ്രവൃത്തി പുനരാരംഭിക്കലും നടന്ന ജനുവരി 5-ന് ചുരത്തിൽ ഗതാഗത നിയന്ത്രണം നടപ്പാക്കിയിരുന്നു. അന്ന് 1-ാം വളവ് മുതൽ 7-ാം വളവ് വരെയുള്ള ഭാഗത്തെ റോഡിലെ തകർച്ചയാണ് ടാർ മിശ്രിതം ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തി താൽക്കാലികമായി പരിഹരിച്ചത്. 8, 9 ഹെയർപിൻ വളവുകൾ, വ്യൂ പോയിന്റിൽ പാറയിടിച്ചിലുണ്ടായ തകർന്ന റോഡിന്റെ ഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇനി അറ്റകുറ്റപ്പണി നടത്താനുള്ളത്. ജനുവരി 5-ന് ജില്ലാതിർത്തിയിലെ വയനാട് ഗേറ്റിനപ്പുറം 3 വയനാട് പോലീസ് മൾട്ടി ആക്സിൽ ഭാരവാഹനങ്ങൾ പിടിച്ചിട്ടിരുന്നു. മരം കയറ്റൽ പ്രവൃത്തി നടന്ന ദിവസങ്ങളിലൊന്നും നിയന്ത്രണം ലംഘിച്ചെത്തിയ ഭാരവാഹനങ്ങളെ തടയാൻ ഇരു ജില്ലകളിലെയും പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരുന്നില്ല. 8-ാം ഹെയർപിൻ വളവിൽ ഉൾപ്പെടെ റോഡ് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വലിയ ചരക്കു വാഹനങ്ങൾ നിയന്ത്രണമില്ലാതെ എത്തിയാൽ പ്രവൃത്തിക്ക് തടസ്സവും ഗതാഗത കുരുക്കും ഉണ്ടാവുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വീണ്ടും ഗതാഗത നിയന്ത്രണത്തിന് നടപടി നിർദ്ദേശിച്ച് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ വിഭാഗം പോലീസ് റവന്യൂ അധികൃതരെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം 9-ാം വളവിന് മുകളിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 26-നുണ്ടായ പാറയിടിച്ചിലിനെ തുടർന്ന് സുരക്ഷയും ഗതാഗത സൗകര്യവും ഉറപ്പാക്കുന്ന പ്രവൃത്തി അധികം വൈകാതെ തന്നെ ആരംഭിക്കും. തുരങ്കപാത നിർമ്മാണം ഏറ്റെടുത്ത ദിലീപ് ബിൽഡ്കോൺ കമ്പനിയാണ് ചുരം പാതയോരത്ത് കല്ലുവീഴ്ചയെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക നെറ്റ് സജ്ജമാക്കി സുരക്ഷയൊരുക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രവൃത്തി നടക്കുന്ന സമയങ്ങളിൽ ഭാരവാഹനങ്ങൾ നിരോധിക്കുവാനും ക്രെയിൻ സർവീസ് ഉറപ്പാക്കുവാനും കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗം തീരുമാനിച്ചിരുന്നു.